Good morning. How are you children? I hope all of you are fine. Welcome back to our science class. Last class we studied lesson 8 housing and clothing. Today we have to study lesson 9 water. Water കേൾക്കുമ്പോൾ എന്താണ്? നമുക്കെല്ലാം വെള്ളമല്ലേ? വെള്ളമില്ലാതെ നമുക്ക് ജീവിതമേ ഇല്ല. Why do we need water? നമുക്ക് എന്തിനാണ് വെള്ളം വേണ്ടത്? We need water to drink and stay alive. നമുക്ക് ജീവിക്കാൻ അല്ലേ, വെള്ളം കുടിക്കണം. ജീവിക്കണമെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കണം. പിന്നെ നമുക്ക് എന്തിനൊക്കെ വേണം വെള്ളം? We need water for drinking, bathing, cooking, washing, cleaning, watering plants, etc. പല കാര്യങ്ങൾക്ക് നമുക്ക് വെള്ളം വേണം. വെള്ളമില്ലാതെ നമുക്ക് ഒരു കാര്യവും നമ്മൾക്ക് നടക്കത്തില്ല അല്ലേ? From where do we get water? We get water from rain. നമുക്ക് എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത്? നമുക്ക് മഴയാണ് വെള്ളം തരുന്നത്. ദൈവം സഹായിച്ച് നമുക്ക് കേരളത്തിൽ ധാരാളം മഴയുണ്ടല്ലേ? നമുക്ക് ഇഷ്ടംപോലെ വെള്ളവും കിട്ടുന്നുണ്ട്. നമ്മളെ പോലെ തന്നെ പ്ലാന്റ്സിനും വെള്ളം വേണം. Plants need water to grow and make food. പ്ലാന്റ്സിന് വളരാനും അതുപോലെ ആഹാരം ഉണ്ടാക്കാനും വെള്ളം ആവശ്യമാണ്. നമുക്കതൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നിങ്ങൾ 2 ചെടിച്ചട്ടി എടുക്കുക. അതിൽ നിങ്ങൾ പ്ലാന്റ്സ് ഒരുപാട് പ്ലാന്റ്സ് വയ്ക്കുക. ഒരു ചട്ടിയിൽ നിങ്ങൾ വെള്ളം ഒഴിക്കുക. ഒരാഴ്ച റെഗുലറായിട്ട് വെള്ളം ഒഴിക്കുക. മറ്റേ ചട്ടിയിൽ വെള്ളം ഒഴിക്കരുത്. അത് ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? വെള്ളം ഒഴിക്കാത്ത ചട്ടിയിലെ പ്ലാന്റ്സ് ഉണങ്ങി നിൽക്കുന്നതായിട്ട് കാണും. എന്തുകൊണ്ടാണ്? അതിന് വെള്ളം കിട്ടിയില്ലല്ലേ? അതുകൊണ്ടാണ് അത് ഉണങ്ങിയത്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, പ്ലാന്റ്സ് നീഡ് വാട്ടർ ടു ഗ്രോ. പ്ലാന്റ്സിനും വെള്ളം വേണം വളരാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. Like that, animals also need water. Why do animals need water? Animals need water to drink. അവർക്ക് കുടിക്കാൻ വെള്ളം വേണം. എല്ലാ ആനിമൽസിനും ജീവജാലങ്ങൾക്കും വെള്ളം ആണ് ജീവന്റെ ആധാരം. അവർക്ക് വെള്ളമില്ലാതെ ജീവിക്കാനേ സാധ്യമല്ല. ചില ആനിമൽസ് ഒക്കെ കുളിക്കുന്നത്, കാക്ക കുളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെള്ളമുള്ള സ്ഥലത്തൊക്കെ ചെറിയ കുറച്ച് സ്ഥലത്താണ്, ബക്കറ്റിലാണെങ്കിൽ പോലും വെള്ളം വെച്ചിരുന്നാൽ കാക്ക വന്ന് ഇങ്ങനെ ചിറകൊക്കെ വിരിച്ചിങ്ങനെ ചാടി കുളിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുപോലെ ആന വെള്ളമുള്ള സ്ഥലത്തൊക്കെ ഇറങ്ങി ആനയെ കുളിപ്പിക്കുന്നതും അതുപോലെ വെള്ളം ഇങ്ങനെ തുപ്പിക്കൈ കൊണ്ട് ഇങ്ങനെ ചീറ്റിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ആനിമൽസ് ഓൾസോ നീഡ് വാട്ടർ. അപ്പം നമുക്ക് മനസ്സിലായി, all living things need water. Without water we cannot live. We get water from rain. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? So then sources of water. വെള്ളത്തിന്റെ ഉറവിടം എവിടെയാണ്? We studied that the main source of water is rain. Rainwater that fills up ponds, rivers, oceans and lakes. മഴവെള്ളം എങ്ങോട്ടൊക്കെ പോകും? മഴവെള്ളം പോൺസ് കുളത്തിൽ പോകും, റിവേഴ്സ് നദിയിൽ പോകും, ഓഷ്യൻസ് സമുദ്രത്തിലേക്ക് പോകും, ലേക്സ് തടാകത്തിലേക്ക് പോകും. മഴവെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകും. The rainwater we see on the surface of the earth is called as surface water. ഈ മഴവെള്ളം നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന വെള്ളത്തിന് പറയുന്ന പേരാണ് സർഫേസ് വാട്ടർ. സർഫേസ് വാട്ടർ we can see in ponds, rivers, oceans and lakes. Some rainwater seeps into the ground. കുറച്ച് വെള്ളം കുറെ വെള്ളം ഭൂമിയുടെ മണ്ണിൽ കൂടെ അത് ഊർന്ന് താഴോട്ട് ഇറങ്ങും. അങ്ങനെ പോകുന്നതാണ് ഗ്രൗണ്ട് വാട്ടർ. Such water is called ground water. The rainwater that seeps into the ground is called ground water. How can we get ground water? എങ്ങനെയാണ് നമുക്ക് ഈ ഗ്രൗണ്ട് വാട്ടർ ഭൂമിക്ക് അടിക്കിടക്കുന്ന വെള്ളം നമുക്ക് എങ്ങനെ കിട്ടും? We dig wells and tube wells to get
അണ്ടർഗ്രൗണ്ട് വാട്ടർ അല്ലേ. ഗ്രൗണ്ട് വാട്ടർ കിട്ടാൻ വേണ്ടി നമ്മൾ കിണറും ട്യൂബ്വെല്ലും ഒക്കെ കുഴിച്ചെടുക്കും. അങ്ങനെയാണ് നമുക്ക് ഭൂമിക്കടിയിൽ നിന്ന് നമ്മൾ വെള്ളമെടുക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ എർത്ത് സർഫേസ് ഈസ് കവേർഡ് വിത്ത് വാട്ടർ. നമുക്ക് അറിയാം ഭൂമിയുടെ മിക്ക സ്ഥലവും വെള്ളത്താൽ കവർ ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. നമ്മളതിൽ എന്തെല്ലാം എന്ന് പഠിച്ചു? We get water from rain. The main source of water is rain. We cannot live without water. We need water to drink and stay alive. Animals need water to drink. Plants need water to grow. The main source of water is rain. Rainwater that see on the surface of the earth is called a surface water. Rainwater that seeps into the ground is called a groundwater. I think all of you understood this portion. Okay.